ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ചായയൊക്കെ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വശമൊക്കെ നല്ല ക്രിസ്പിയാണ്. ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് റവയും മുട്ടയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ളൊരു പലഹാരമാണ്. പിന്നെ അതുപോലെ തന്നെ മുട്ട നമ്മൾ ചേർത്ത് കൊടുത്താലും മുട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരം കൂടെയാണ്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം പലഹാരം റെഡിയാക്കുന്നുണ്ട് അതിനനുസരിച്ച് ശർക്കരയൊക്കെ എടുക്കുക. ഞാനിവിടെ ഒരു 2 അച്ച് ശർക്കരയും പിന്നെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളത്, അങ്ങനെ ഒരു 2.5 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഞാൻ 1 കപ്പ് റവ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇത് കറക്റ്റ് അളവാണ്. ഒരുപാട് മധുരമല്ല എന്നാൽ ഒരുപാട് കുറവല്ല കേട്ടോ, ഒരു പാകത്തിലുള്ളൊരു മധുരമുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാതെ. അപ്പോൾ അടുത്തതായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 1 കപ്പ് റവയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എടുക്കുന്ന അളവുകൾ കറക്റ്റ് ആയാലേ നമുക്ക് കറക്റ്റായിട്ട്, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. റവ എടുക്കുമ്പോൾ വറുത്തതോ വറുക്കാത്തതോ അതേതായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ റവ എടുത്ത അതേ കപ്പിന് ഏകദേശം 1/2 കപ്പോളം തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് റവക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം, അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു അളവ്. ഇനി ഇതിലേക്ക് 1 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല മധുരത്തോടു കൂടിയുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ റവ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പൊടികൾ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല പോലെ സോഫ്റ്റായിട്ട്, അതായത് നല്ല പഞ്ഞി പോലെ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. മുട്ടൻ്റെ ആ ഒരു നനവിൽ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതുപോലെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഡയറക്റ്റായിട്ട് റവയും തേങ്ങയും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയുടെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനെടുത്തിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഞാൻ വെറും 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടുകയും ചെയ്യൂല. ഇപ്പോൾ അതാ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ കിട്ടാൻ, ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല. അപ്പോൾ ഞാനിതവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ വലിയ ജാർ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു തവണ അരച്ചെടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ 2 തവണയായിട്ട് അരച്ചെടുക്കേണ്ടി വരും. ഈ റവയുടെ മിക്സ് നമ്മൾ കുതിരാനായിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അപ്പം തന്നെ നമ്മളിത് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ നമ്മുടെ ഈ ഒരു കൂട്ട് കിട്ടാൻ. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത്. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടൂല. അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റായിട്ടുണ്ടെങ്കിൽ ഇത് ഉൾവശമൊക്കെ കുക്കായി വരുമ്പോഴത്തേക്കും അടിവശമൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം കേട്ടോ നമുക്ക് കിട്ടാൻ.
ഇനി ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മുട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഏലക്കയാണെന്നെങ്കിൽ അത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. എന്നാലേ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോഴേ അത് എല്ലാ വശത്തും എത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 മിനിറ്റോളം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ അപ്പമൊക്കെ ചുടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ചട്ടി ഉണ്ടല്ലോ, അതായത് പാലപ്പൊക്കെ ചുടുന്ന ആ ഒരു ചട്ടി, അതിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല രീതിയിൽ ചൂടാക്കി എടുത്തതിന് ശേഷം 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഓയിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു തവിക്ക് 1/4 ഭാഗം മാത്രമാണ് കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് എത്രത്തോളം സമയം കുക്കാവാൻ വേണം അത്രയും സമയം ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല, പെട്ടെന്ന് ആയി കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് ആയി കിട്ടും കേട്ടോ. ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അതായത് ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ ആ ഒരു അടിവശമൊക്കെ ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 20-30 സെക്കൻഡ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു സൈഡും കൂടെ ആയി കിട്ടും. ഇത് നമ്മൾ തിരിച്ചിട്ടൊന്ന് വേവിക്കുമ്പോൾ ഇത് കുറച്ച് പൊങ്ങി വരും കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വരും. ഇപ്പോൾ നമ്മുടെ പലഹാരം നല്ല രീതിയിൽ തന്നെ 2 സൈഡും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് ചട്ടി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടാണ്. അപ്പോൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടി കൊടുക്കരുതേ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ ഞാനിവിടെ വലിപ്പം കുറച്ചാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തവി മാവൊക്കെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് വട്ടത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതും ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് റവ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ അത്യാവശ്യം പലഹാരം ഉണ്ടാവും കേട്ടോ. ഇനി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവനായിട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ സൈഡ് വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഈ ഒരു പലഹാരം ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതായത് പലഹാരം ഒന്നും ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ റവയും മുട്ടയും വെച്ചിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇത് കഴിച്ചാലേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.